Good morning, dears. Cost accounting classes continue. Today's topic is importance or advantages of cost accounting. You can answer in a single way. One answer, two questions. Importance of cost accounting. Advantages of cost accounting. ഒരേ ആൻസർ കൊടുത്താൽ മതിയാകും. വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? വി ക്യാൻ ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് by checking their benefits to various sections, various parties related with the business. First of all, advantages to management. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ മാനേജ്മെൻറ്റിന് എന്തൊക്കെ നേട്ടങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈസ് പ്രോഫിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ബിസിനസ് ആകുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ പലതും നോൺ പ്രോഫിറ്റബിൾ ആയിരിക്കും. ആസ് പെർ പാരറ്റോ അനാലിസിസ്. പാരറ്റോ അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒട്ടുമിക്ക മേജർ പെർസെൻറ്റേജും എന്താണ്, നോൺ പ്രോഫിറ്റബിളാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശതമാനം മാത്രമാണ് സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുള്ളത്. നമ്മൾ ചിലവാക്കുന്ന സമയങ്ങളിൽ കൂടുതലും വേസ്റ്റാണ്. ഓക്കെ, അങ്ങനൊരു തിയറി ഉണ്ട്, എക്കണോമിക്സിലൊരു തിയറിയാണ്. അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആക്ടിവിറ്റീസിൽ കൂടുതലും നോൺ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ആക്ടിവിറ്റീസിനെ നമുക്ക് തരംതിരിച്ച് കാണാൻ സാധിക്കും. ഇന്നത് നോൺ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റിയാണ്, ഇന്നത് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇതിലൂടെ. അതേപോലെ കോസ്റ്റ് ഡാറ്റ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫർണിഷസ് കോസ്റ്റ് ഡാറ്റ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു കോസ്റ്റ് ഡാറ്റ. ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഡാറ്റ. കോസ്റ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഫോർ ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം കോസ്റ്റ് റിഡക്ഷനാണ്, കോസ്റ്റ് കൺട്രോളാണ്. സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രം, സെല്ലിംഗ് പ്രൈസ് കൂട്ടിയതുകൊണ്ട് മാത്രം പ്രോഫിറ്റ് കൂടിക്കൊള്ളണമെന്നില്ല. അതിനേക്കാളൊക്കെ ഇഫക്റ്റീവായ ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷനാണ്, ചെലവ് ചുരുക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് ഡാറ്റ മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. അതായത് മേക്ക് ഓർ ബൈ ഡിസിഷൻ, കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ. നമ്മൾ സ്ഥാപനത്തിനകത്ത് ഉണ്ടാക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണോ മെറ്റീരിയൽസ് ഓർ സർവീസസ്. അതേപോലെ കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ, നമ്മൾ തുടരണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ. ഇങ്ങനെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കോസ്റ്റ് ഡാറ്റ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു എന്നതും നമുക്കിവിടെ പറയാൻ പറ്റിയ ഒരു പോയിൻ്റാണ്. അതേപോലെ എലമെൻ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ ശേഷം പഠിക്കും. എന്തൊക്കെയാണ് കോസ്റ്റിലെ എലമെൻ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ കോസ്റ്റിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ്. കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ദിസ് മച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനപ്പുറത്ത് കോസ്റ്റിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. പരമാവധി എത്ര കോസ്റ്റിനെ കീറി മുറിക്കാൻ പറ്റുമോ അത്രയും അനലൈസ് ചെയ്തുകൊണ്ട്
വ്യത്യസ്തങ്ങളായ എലമെൻറ്റുകൾ കോമ്പണൻറ്റുകളാക്കി മാറ്റി ഡിവിഷൻസ് ആക്കി മാറ്റി കോസ്റ്റിനെ പരമാവധി കൺട്രോൾ ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കുകളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എക്സർസൈസ് കൺട്രോൾ ഓൺ മെറ്റീരിയൽ ലേബർ ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്. കോസ്റ്റിനെ നമ്മൾ കീറി മുറിക്കുന്ന സമയത്ത് പ്രധാനമായും മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ കോമ്പണൻസ്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഓരോന്നും ഓരോ ചാപ്റ്ററുകൾ തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഒരു ചാപ്റ്ററായിട്ട് പഠിക്കേണ്ടി വരും. ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കോസ്റ്റാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ വേസ്റ്റേജ്, ലോസസ് ഇതൊക്കെ മിനിമൈസ് ചെയ്യുന്നു. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓർഗനൈസേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിവിഷൻസിൻ്റെയും പെർഫോമൻസ് പ്രത്യേകം മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബിസിനസ് ആസ് എ ഹോൾ എഫിഷ്യൻസി അളക്കുന്നതിനപ്പുറത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്രമാത്രം കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വീക്ക്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ട് അളക്കാൻ വേണ്ടി സഹായിക്കുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്. മാത്രമല്ല ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പോളിസി. മാനേജ്മെൻറ്റിന് ഭാവിയിലേക്കുള്ള പ്രൊഡക്ഷൻ പോളിസി, ഉൽപ്പാദന നയങ്ങൾ എടുക്കാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നതും അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ് എന്ന ഹെഡിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ചുരുക്കത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ വല്ലാതെ സഹായിക്കുന്നു എന്ന് പറയാൻ കഴിയും. മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, ബിസിനസ് മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്. വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്? കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻസ്. നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ ഇൻസെൻറ്റീവ് സ്കീംസ് അതുപോലെ ബോണസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ശേഷം പഠിക്കും. ലേബർ കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, വൺ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റാണ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബോണസ് പ്ലാൻസ്, ഇൻസെൻറ്റീവ് സ്കീംസ് ഒക്കെ അവിടെ പഠിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇൻസെൻറ്റീവ് സ്കീം, ബോണസ് പ്ലാൻ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അതേപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് അത് ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുന്നു. ഇറ്റ് മിനിമൈസസ് പോസിബിലിറ്റീസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിവിഷൻസിൻ്റെയും കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കും. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ മെഷീൻ, പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്ന ഏരിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. വർക്കേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഇടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയാക്കാൻ വേണ്ടി സഹായിക്കുന്നു. കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റുകൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതേപോലെ അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഫോർ ഇൻറ്റേർണൽ പർപ്പസ്, ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബൈ മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് ആർ എക്സ്റ്റേണൽ പാർട്ടീസ്. എന്നിരുന്നാലും ഒരു സ്ഥാപനത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ക്രെഡിറ്റേഴ്സിനും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ചർച്ച ചെയ്യാവുന്നതാണ്. അതായത് ഇറ്റ് ഹെൽപ്സ് ദ ക്രെഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിസൾട്ട് നോക്കിയിട്ട്, ആ റിപ്പോർട്ടിങ് നോക്കിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതിലൂടെ
mere looking into the financial statements. Creditors can't measure liquidity, solvency, profitability. ഇതൊന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലില്ല. നെറ്റ് പ്രോഫിറ്റ് ദിസ് മച്ച്, ഫൈനാൻഷ്യൽ പൊസിഷൻ ദിസ് മച്ച്, ദാറ്റ് ഇസ് ഓൾ. ബാലൻസ് ഷീറ്റ് ആസ് വെൽ ആസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു, they are silent about the efficiency, solvency, liquidity, profitability of the business. ക്രെഡിറ്റേഴ്സിന് ഇതൊക്കെ അറിയണം. ലിക്വിഡിറ്റി നമ്മൾ ശേഷം പഠിക്കും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന ഏരിയയിൽ നമ്മൾ പഠിക്കും ലിക്വിഡിറ്റി എന്താണെന്നൊക്കെ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഡെറ്റ്. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള കടം വീട്ടാനുള്ള കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇന്നോ നാളെയോ, ഒരാഴ്ചക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ, 3 മാസത്തിനുള്ളിൽ ഒക്കെ കടം വീട്ടാനുള്ള ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എത്രമാത്രം ലിക്വിഡ് അസറ്റുകൾ സ്ഥാപനത്തിലുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്, കറണ്ട് അസറ്റുകൾ, ഓക്കെ, കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേമിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി സോൾവൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടം വീട്ടാനുള്ള കഴിവ്, എബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഒബ്ലിഗേഷൻസ്, ലോങ് ടേം ഡെറ്റ്, ലോങ് ടേം ലാബിലിറ്റീസ്. അതേപോലെ പ്രോഫിറ്റബിലിറ്റി, എബിലിറ്റി ടു മേക്ക് പ്രോഫിറ്റ്, ലാഭക്ഷമത എന്നൊക്കെ നമ്മൾ മലയാളം മീനിങ് പറയും. പ്രോഫിറ്റബിലിറ്റി, ലാഭം ഉണ്ടാക്കാനുള്ള കഴിവ്. അപ്പോൾ ഇതൊക്കെ ആർക്കറിയണം? ക്രെഡിറ്റേഴ്സിനറിയണം. അവർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു എന്നതാണ്. അതേപോലെ ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് വെദർ ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. നമ്മൾ കൊടുത്ത ഫണ്ട് ഇവന്മാർ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട് അറിയാൻ വേണ്ടി സഹായിക്കുന്നു എന്നതും നമ്മൾ അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ് എന്ന ഹെഡിൽ പറയുന്ന പോയിൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. വൺ ഓഫ് ദ അനദർ എക്സ്റ്റേണൽ പാർട്ടീസ്, ഗവൺമെൻറ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ്റിനും ചില നേട്ടങ്ങളുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഗവൺമെൻറ് ഇൻ മേക്കിംഗ് പോളിസീസ് റിലേറ്റിംഗ് ടു ടാക്സ്, ഇമ്പോർട്ട് ആസ് വെൽ ആസ് എക്സ്പോർട്ട് ആൻഡ് വേജ് ഫിക്സേഷൻ. ഇങ്ങനെ ചില ഏരിയകൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നു എന്നതാണ്. ടാക്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, വേജ് ഫിക്സേഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട പോളിസീസ്, ടാക്സ് റേറ്റ് പോലെയുള്ള മറ്റ് ടാക്സ് പ്രൊവിഷൻസ്, അതേപോലെ ഇമ്പോർട്ടും എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട പോളിസീസ്, വേജ് ഫിക്സേഷൻ, മിനിമം വേജ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. ഇതിനൊക്കെ ഗവൺമെൻറ്റിനെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ. അതേപോലെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് നാഷണൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്. ഗവൺമെൻറ്റിൻ്റെ ആനുവൽ ബഡ്ജറ്റ്, നാഷണൽ പ്ലാൻസ്, ഇതിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ ഇൻ ലെവിയിങ് എക്സൈസ് ഡ്യൂട്ടി, GST, ഇതൊക്കെ എക്സൈസ് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ GST റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു എന്നതാണ്. വൺ മോർ ഹെഡ് ഈസ് അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റി ആസ് എ ഹോൾ നോക്കുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെറും മാനേജ്മെൻറ്റിനെ മാത്രമല്ല കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. വളരെ വിശദമായിട്ട് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. മിയർ മാനേജ്മെൻറ്റിന് മാത്രമല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്. അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി അതെങ്ങനെയാണ്? കൺസ്യൂമർ വിൽ ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസസ്.
ഒരു സ്ഥാപനത്തിൽ വളരെ ബെസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ദെർബൈ കൺസ്യൂമർ വിൽ ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. ചിലവ് കുറയുമ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വില കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നു എന്നത് സമൂഹത്തിന് മൊത്തമായി ലഭിക്കുന്ന ഒരു നേട്ടമാണ്. അതേപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ കേർബിംഗ് ഇൻഫ്ലാഷനറി ടെൻഡൻസീസ് ഇൻ ദ ഇക്കോണമി. എല്ലാ സ്ഥാപനങ്ങളും കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെലവ് ചുരുങ്ങിയ രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ കേർബിംഗ് ഇൻഫ്ലാഷനറി ടെൻഡൻസീസ്. ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്ന, ജീവിത ചെലവ് കൂടുന്ന ഒരു സമ്പ്രദായം സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇൻഫ്ലാഷനറി ടെൻഡൻസി കുറഞ്ഞ് വരും, അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരും. ഓക്കെ, അതേപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഒരുപാട് തൊഴിലവസരങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. നമ്മൾ കോസ്റ്റ് ഓഡിറ്റ്, ഇതൊക്കെ എന്താണ്, തൊഴിൽ സാധ്യതകളാണ്. ക്ലറിക്കൽ വർക്കുകളും കോസ്റ്റ് ഓഡിറ്റ് പോലെയുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം സംവിധാനിക്കുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഫിനാൻഷ്യൽ ഓഡിറ്റിനപ്പുറത്ത് കോസ്റ്റ് ഓഡിറ്റ് കൂടെ കമ്പനികളിലൊക്കെ നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി ആസ് എ ഹോൾ എന്ന് പറയുമ്പോൾ പറയാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദീസ് ആർ ദ advantages or importance of cost accounting. Let us see again with another topic in another video. Thank you for all.